നമ്മളുടെ 12ാമത്തെ എപ്പിസോഡ് ബിഗ് ബോസ് സീസൺ 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു റിയാലിറ്റി ഷോ, അതിനുള്ളിൽ 20 കണ്ടസ്റ്റൻറ്റ്, ഇപ്പോൾ 19 കണ്ടസ്റ്റൻ്റാണ് ആകെ കയറി. പിന്നെയുള്ളത് ബാക്കി ഇനി 18 കണ്ടസ്റ്റൻറ്റ്. ഇവരിൽ ഇനി വരുന്ന നിർണയിക്കുന്ന അവസാനത്തെ ഘട്ടത്തിൽ നമുക്ക് ലൈവ് അപ്ഡേറ്റും ബിഗ് ബോസ് എപ്പിസോഡ് അപ്ഡേറ്റും ഒക്കെ വിശദമായി പറയാനുണ്ട്. ജാസ്മിനും ഗബ്രിയിലും കേസിൻ്റെ കാര്യത്തിൽ ഒരു ഒതുക്കം അവിടെ സംഭവിക്കുകയാണ്. അവർ വയലൻ്റ് ആകുന്നില്ല, അവർ ബിഗ് ബോസിൽ അടികൂടാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഗബ്രി ഇപ്പോഴും സ്ട്രോങ്ങിൽ തന്നെ നിൽക്കുകയാണ്. ജാസ്മിൻ ഇച്ചിരി ഇടഞ്ഞു നിന്ന് പിന്നെ കുതിക്കാനുള്ള അവസരം നോക്കി നിൽക്കുകയാണ്. റോക്കിയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. റോക്കി സോറി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പോരാട്ടത്തിലാണ്. ബിഗ് ബോസ് 12-ൽ പല ഗെയിമുകളും പല ട്വിസ്റ്റുകളും സംഭവിച്ചിട്ടുണ്ട്. ഓരോ ട്വിസ്റ്റിനും ഓരോ മറുപടി. റോക്കി ഒരിക്കലും വിട്ടുകൊടുക്കാൻ, അവരുടെ രീതിക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന ഗെയിം സ്ട്രാറ്റജിയാണ് റോക്കിക്കുള്ളത്. ഗബ്രി റോക്കിയെ ഒരിക്കലും തോറ്റു കൊടുക്കാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞ് മറ്റൊരു അടിയും കൂടിയായി. ഇങ്ങനെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് വ്യൂസിന് കിട്ടുന്നത്. സത്യത്തിൽ ജാസ്മിൻ്റെ ഉപ്പക്ക് ഈ ഹാർട്ട് ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ എന്ന് പ്രേക്ഷകർക്ക് സംശയമാണ്. ഇത് ബിഗ് ബോസ് കളിച്ച ഒരു ഗെയിം ചേഞ്ചിങ് ആണോ എന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ലൈവിലായാലും എപ്പിസോഡിലായാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു നാടകമാണ്. അതായത് ജാസ്മിൻ എന്ന വ്യക്തിയെ ഈ ഒരു ഉരുളിൽ നിന്ന് ഊരിയെടുക്കാൻ ചിലപ്പോൾ ബിഗ് ബോസ് കളിച്ചതാവാം. നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഊരി രക്ഷപ്പെടുത്താനുള്ളൊരു മാറ്റത്തെക്കുറിച്ച് ബിഗ് ബോസ് ആലോചിച്ചിട്ടാണ്. പ്രേക്ഷകരാരും മണ്ടന്മാരല്ല. അവർക്ക് കാണുന്നതും കേൾക്കുന്നതും വ്യക്തമായി അറിയാൻ പറ്റും. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന എപ്പിസോഡൊക്കെ ഈ രീതിയിലുള്ള ചർച്ചയാവാം. ജാസ്മിനും ഗബ്രിയിലും ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചർച്ചകൾ. ഇവിടെ കൂടുതൽ കണ്ടന്റ് ബേസ് അവർക്കാണ് പോകുന്നത്. പക്ഷെ വാല്യൂ ഇല്ല. നോ വാല്യൂ, നോ പവർഫുൾ. അതാണ് ഇനി ജാസ്മിനും ഗബ്രിയൊക്കെ പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലുള്ള കാര്യങ്ങളെ ഇനി നടക്കും. അവർ പവർ റൂമിൽ നിന്ന് അധികാരം ഒഴിയേണ്ടി വരും. ഇപ്പം ഇനി റോക്കിയും ക്യാപ്റ്റൻസിയിലേക്ക് വരാൻ പോവുകയാണ്. ജിറ്റോ പവർ റൂമിലേക്ക് കയറുന്നു. അങ്ങനെ പല ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ് ബിഗ് ബോസിൽ. അപ്പോൾ 12ാമത്തെ എപ്പിസോഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ബലം ഉപയോഗിച്ച് വിജയം നേടിയ ജിറ്റോവും വോട്ടുകളിൽ സ്ഥാനം നേടി റോക്കിയും ഒരു ടീം മുഴുവൻ കാത്തിരിക്കുന്ന ജയിൽവാസം അർജുനനും കോർണറായ പെൺകുട്ടി നിഷാനയും കൂടി ഏറ്റെടുത്തു. ഇപ്പോൾ ജയിൽ ടാസ്കും കാര്യങ്ങളും എല്ലാമായി ആകെ ഒരു ചർച്ചയിലാണ് ബിഗ് ബോസ്. ഇനി അടുത്ത എപ്പിസോഡ്, ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്, അതിനു വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർ, അവർക്ക് വേണ്ടി പറയുകയാണ്, ഇനി നടക്കാൻ പോകുന്നത് ഒരു നാടകീയത മാത്രമാണ്. മനുഷ്യനെ മനുഷ്യനായി സൃഷ്ടിച്ചപ്പോൾ അതിനുള്ളിലെ മാനസിക പരിഗണന കൊടുക്കാൻ ബാധ്യസ്ഥനാകണം ഒരു കണ്ടന്റ് മേക്കർ. അതായത് എന്തെങ്കിലും തോന്നിവാസം കണ്ടുപിടിച്ചാൽ
അത് തന്നെ റിപ്പീറ്റ് ചെയ്യരുത്. ഹിന്ദി ബിഗ് ബോസിലെ കോപ്പി റൈറ്റിംഗ് ഈ കോപ്പി ഇവിടെ വന്ന് കളിക്കാൻ നോക്കിയാൽ കളിയങ്ങ് മാറ്റും, കളിയങ്ങ് മാറും. ഇപ്പോൾ ഒരു ബിഗ് ബോസ് സീസൺ 6 കാണാൻ പറ്റുന്നത് ഇവർ ആദ്യമേ ഗെയിം പ്ലാനിങ് ചെയ്തിട്ട് അകത്ത് കയറിയവരാണ്. മുമ്പേ തീരുമാനിച്ച പ്ലാൻ തെറ്റിക്കാതെ അത് കൊണ്ടു നടന്നപ്പോൾ പകുതിക്ക് ഗെയിം ഔട്ടായിപ്പോയി. അപ്പോൾ സറണ്ടർ ആവേണ്ടി വന്നു. ഇതൊക്കെ യാദൃശ്ചികമാണ്. ഇതുപോലുള്ള ഫേക്ക് കണ്ടൻസിന് അധികം ആയുസില്ല. ബിഗ് ബോസ് സീസൺ 6 മറ്റൊരു തരത്തിൽ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുകയും കണ്ടൻറ് ക്രിയേറ്റിംഗ് തരുന്നുണ്ടെങ്കിലും മറ്റൊരു തരത്തിൽ ഫേക്ക് എന്ന് പറയേണ്ടി വരും. കാരണം ഫേക്കായ കാര്യങ്ങൾ പ്രേക്ഷകരിലെത്തിക്കും. അതിലെന്താ കാര്യം? നമ്മൾ നല്ലതിന് വേണ്ടി, നല്ല പ്രവൃത്തിക്ക് വേണ്ടി മാത്രം കണ്ടൻറ്റും നിയമിക്കുക. നമുക്ക് നാളെ പ്രേക്ഷകരുടെ പിന്തുണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. കിരീടം കോപ്പൊന്നുമല്ല. കിരീടം നേടിയാലും പ്രേക്ഷകരിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. അവരുടെ മനസ്സിൽ ഇടം പറ്റാനാണ് നമ്മൾ ഈ കളി കളിക്കുന്നത്. മനസ്സിൽ നിന്ന് ഇല്ലാതായി പോയാൽ പിന്നെ എന്ത് വാല്യൂ? ബിഗ് ബോസ് സീസണിൽ ഒരു വാല്യൂ ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും. ഇനി ഈ കളി മൊത്തത്തിലങ്ങ് മാറണം, അല്ലെങ്കിൽ ചിലരങ്ങ് മാറ്റും. അതാണല്ലോ ഈ കളി. മറ്റൊരുത്തരെ ഗെയിം കളിച്ച് അവരെ പ്രവോക്ക് ചെയ്ത് അവനെ തളർത്തി അതിലൂടെ ഗെയിം സ്ട്രാറ്റജി ഉണ്ടാക്കുക, അതാണ് ബിഗ് ബോസ്. ആ ബിഗ് ബോസ് സീസൺ 6 നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും നടക്കും. ഇനിയും എപ്പിസോഡുകൾ ഒരുപാടുണ്ട്. 100 എപ്പിസോഡ് തികയുമ്പോൾ ഒരാൾ വിന്നർ. അത് റോക്കി ആവാം, ജാസ്മിൻ ആവാം, ഗബ്രി ആവാം, സിജു ആവാം, ചിറ്റു ആവാം, ഹൻസിബയാവാം. പക്ഷേ ഒരാൾ വിന്നറാകും. ആദ്യത്തെ ആൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അർജുനനും പതുങ്ങി നിന്ന് അവൻ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുലിയാകാൻ ആരും വരും. പക്ഷെ എലിയാകാതെ നമ്മളെല്ലാം ചെയ്ത കാര്യങ്ങൾ വേസ്റ്റ് ആവാതെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു കാര്യവും. കാരണം എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിച്ചു, ഒരു ബൗണ്ടറി. അതില്ലാതായപ്പോൾ സകല കള്ളങ്ങളും പൊളിയും. ബിഗ് ബോസ് സീസൺ 6 നമ്മളിനി നടത്തേണ്ടത് തൻ്റേതായ ശൗര്യത്വവും തൻ്റേതായ പവറും നിലനിർത്തി ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഗെയിം സ്ട്രാറ്റജി നിലനിർത്തി പോയ വാല്യൂ തിരിച്ചു കിട്ടുക. ജാസ്മിൻ്റെ ഉപ്പാക്ക് സംഭവിച്ചത് എന്താണെന്നത് പ്രേക്ഷകരും ബിഗ് ബോസും തരേണ്ട മറുപടിയാണ്. അത് തെളിവാകുന്നത് വരെ കൺഫ്യൂഷൻ ഫുൾ സ്റ്റോപ്പായി അവിടെ കിടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ബ്രേക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അത് ബിഗ് ബോസും ജാസ്മിനും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മുടെ കളി പുതിയ മത്സരാർത്ഥി, പുതിയ പവർ ടീം വരുമ്പോൾ ബിഗ് ബോസ് അടലചടലം മാറുമോ എന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനായി നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ ബിഗ് ബോസ് സീസൺ ലൈവ് അപ്ഡേറ്റും എപ്പിസോഡും ഒക്കെ ഇത്തരത്തിലുള്ളതായിരിക്കും. ഗംഭീര ഫൈറ്റ് ടീമംഗങ്ങൾ മൊത്തം. യമുന റാണിയൊക്കെ അർജുൻ എന്തോ കട്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം കളിച്ചു. പക്ഷെ അത് ഗബ്രി കാണിച്ചപ്പോൾ അത് സോഫ്റ്റായി. അപ്പോൾ 2 തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജികൾ. യമുന റാണിയൊന്നും ഒരു സ്ഥലത്ത് ഒരേ ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന ആളല്ല. അവർ എന്നും മാറി മറിയാൻ സാധ്യതയുണ്ട്. ട്രാൻസ്ജെൻഡർ വുമണും അങ്ങനെ തന്നെയാണ്. അവർക്കും ഒരു ഗ്രൂപ്പോ ഒന്നുമല്ല. അവർ ഒറ്റക്കൊറ്റക്കാണ് കളി. ടീം വർക്ക് അവർക്കില്ല.
അവർ ആര് പക്ഷത്താണോ അവരുടെ പക്ഷത്ത് നിന്ന് കളിക്കുന്നവരാണ്. ഒരു രാഷ്ട്രീയ രീതിയാണ്. അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ് അവിടെ കൊടുക്കേണ്ടി. പൊളിറ്റിക്കൽസ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഏതിനെയും ഒരു പൊളിറ്റിക്കലായി കരുതിയാൽ ഗെയിം ഒരു നല്ല നടക്കുന്ന രീതിയിൽ മുന്നോട്ട്. സീസൺ 6 നന്നായി വരട്ടെ, നന്നായി മാറട്ടെ എന്ന് നമുക്ക് പ്രഖ്യാപിക്കാം. അല്ലാതെ വേറെ വഴിയില്ല. അടുത്ത എപ്പിസോഡ് വരെ അടുത്തൊരു വിഷയമായി ഞങ്ങൾ പോവുകയാണ്.